മാ മിൻ അബ്ദിൻ യസ്ജുദു ഫീ ബുഖഅത്തിൻ മിൻ ബുഖാഇൽ അർളി ഇല്ലാ ശൈദത് അലൈഹി യൗമ യമൂത്. അല്ലാഹുവിന്റെ ദാസന്മാരോ ദാസിമാരോ ഈ ഭൂമിയുടെ മുകളിൽ എവിടെ അവർ നമസ്കരിച്ചാലും ആ ഭൂമി, ആ മണ്ണ്, ആ മുസല്ല നാളെ ആഖിറത്തിൽ അവർക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കും. മനസ്സിലായോ? നമ്മളിപ്പോ ഒളയത്ത് പള്ളി വന്ന് നിസ്കരിച്ചിട്ടുണ്ടോ? നീ മരിച്ചുപോയാൽ ഒളയത്തെ ആ സ്ഥലം, നിസ്കരിച്ച സ്ഥലം നിനക്കൊണ്ട് സാക്ഷി പറയും. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ ആ സ്ഥലം മുഴുവൻ നമുക്ക് സാക്ഷി പറയും. തീർന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തബ്കി അലൈഹി മുസല്ലാഹു 40 യൗമാ. ഒരു സത്യവിശ്വാസി മരിച്ചാൽ അവൻ എവിടെയാണോ സുജൂദ് ചെയ്തത് ആ സുജൂദ് ചെയ്ത സ്ഥലങ്ങൾ 40 ദിവസത്തോളം ഈ മയ്യത്തിന് വേണ്ടി കരയുമെന്ന് കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ദിവസം കരയും? 40 ദിവസം. ഓർത്തോ, 40 ദിവസം. നമ്മുടെ ഭാര്യ കരയൂല, നമ്മുടെ ഉമ്മ കരയൂല, നമ്മുടെ ഉപ്പ കരയൂല, സഹോദരങ്ങൾ കരയൂല. കരയും, വിഷമം കാണും. ചുമ്മാ 2-3 ദിവസം കരഞ്ഞ് കണ്ണുനീരെല്ലാം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുണ്ടാണ്ടിരിക്കും. പിന്നെ ആരെങ്കിലും പോയി ഓർമ്മിപ്പിച്ച് സ്റ്റാർട്ടാക്കി കൊടുക്കുമ്പോ ഒരു കരച്ചിലുണ്ടാവും. എഞ്ചിൻ സ്റ്റാർട്ടാവുമ്പോ പിന്നെ സ്റ്റാർട്ടാക്കിയ ഡ്രൈവർ പോകുമ്പോൾ കരച്ചിലും തീർന്നു. പിന്നെ ആരെങ്കിലും വരുമ്പോ പിന്നെ അടുത്ത ആൾ വന്ന് സ്റ്റാർട്ടാക്കുമ്പോ 40 ദിവസം ഉണ്ടാവൂല. എന്നാൽ 40 ദിവസം തുടരെ കരയുന്നത് നമ്മൾ നമസ്കരിക്കുന്ന മസ്ജിദ്, നമ്മൾ നമസ്കരിക്കുന്ന മുസല്ല. നമ്മൾ മരണപ്പെട്ടാൽ 40 ദിവസം യബ്കി അലൈഹി മുസല്ലാഹു 40 യൗമാ. 40 ദിവസം അവന്റെ മുസല്ല അവന് വേണ്ടി കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബേ പോരെ, നമുക്കൊണ്ട് ദുആ തീർന്നില്ല. വമസ്അദു അമലിഹി മിനസ് സമാ. അവൻ ഏത് മണ്ണിലാണോ നമസ്കരിക്കുന്നത് ആ നമസ്കാരം ആകാശത്തേക്ക് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളും ഇവന് വേണ്ടി കരയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 മലക്കുകൾ, മാ മിൻ മുസല്ലിൻ ഇല്ലാ വമലകുൻ അൻ യമീനി വമലകുൻ അൻ ശിമാലി. ആര് നമസ്കരിച്ചാലും ഒരു മലക്ക് അവന്റെ വലതുഭാഗത്തും ഒരു മലക്ക് അവന്റെ ഇടതുഭാഗത്തും ഉണ്ടാകും അത്രേ. ഇദാ സല്ലാ ഫീ അവ്വലിൽ വഖതി സഅദത ബിഹാ ഇലാ സമാ. അവൻ ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരവുമായി മലക്കുകൾ ആകാശത്തേക്ക് ഉയരുമത്രേ. അങ്ങനെ ആകാശത്തേക്ക് കൊണ്ടുപോകുന്ന വഴികളും കരയും. പടച്ചവനെ, നിന്റെ ദാസന് ഇതാ വേർവിട്ടുപോയി, ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയി, ഇവിടെ ഇനി സുജൂദ് ചെയ്യാൻ ആരുമില്ലല്ലോ പടച്ചവനെ, സ്ഥിരമായി ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലാഹുവേ നീ അവന് പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിസ്കരിക്കുന്ന സ്ഥലം കരയും കേട്ടോ. അത് ദുആ ചെയ്യുന്ന ഒറിജിനൽ ദുആയാണ്, ഒറിജിനൽ ദുആയാണ്. അതിന്റെ കണ്ണുനീര് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് കൃത്യമായിട്ട് നിസ്കരിക്കണം. അപ്പം പള്ളിയിൽ കമ്മിറ്റിയിലുള്ളവർ ആരായിരിക്കണോ? നിസ്കാരമുള്ളവരായിരിക്കണം. നിസ്കാരം ഇല്ലാത്തവര് പള്ളിയിൽ കമ്മിറ്റിയിൽ കയറാൻ പാടില്ല. അതേപോലെ ബാങ്ക് വിളിക്കുമ്പോ കമ്മിറ്റി ഓഫീസ് പൂട്ടണം. ബാങ്ക് വിളിക്കുമ്പോൾ കമ്മിറ്റി ഓഫീസ് പൂട്ടും, ബാങ്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് അകത്ത് ചർച്ച ചെയ്യും. കമ്മിറ്റി ഓഫീസ് ജമാഅത്ത് നടക്കുമ്പോ അവിടെ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കും. ജമാഅത്ത് നടക്കും, ജമാഅത്തിൽ പങ്കെടുക്കൂല. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സമയം നോക്കുമ്പോ 2 നീ വെച്ചിനാ ജബ്ബാറേ, ഞാൻ പരിക്ക് നിസ്കരിക്കുന്നത്, നീ ഇടയ്ക്ക് പോകുന്നത്, ഞാൻ പരിക്ക് എനിക്ക് അവിടെ പോകണം, ആളെ നോക്കി എല്ലാരും പോയി. പിന്നെ ആസനാര് മാത്രം ഉണ്ടാവും, ആൾ ഒറ്റയ്ക്ക് പോയിട്ട് നിസ്കരിക്കും. ആള് ജമാഅത്തും ഇല്ല, ഒന്നുമില്ല. ബാക്കി എല്ലാം പാഞ്ഞ് എല്ലാം പോയില്ല സംഭവം. അങ്ങനെയാണോ? ജമാഅത്തിന്റെ സമയം ബാങ്ക് വിളിക്കുമ്പോ പ്രസിഡന്റ് പറയണം, അസ്സലാമു അലൈക്കും, ഇനി നമുക്ക് ബാങ്ക് വിളിച്ചിട്ട് നമുക്കെല്ലാം നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാരും വരി, യാ അല്ലാഹ് ഖലാസ് കൂട്ടിയിട്ട് ഇറങ്ങുക. അങ്ങനെ പോയി ജമാഅത്ത് നിസ്കരിക്കുക, എന്നിട്ട് തിരിച്ചു. അതിലാണ് ബർക്കത്ത്, ആ കമ്മിറ്റിയിലാണ് ബർക്കത്ത്. കൃത്യമായി 5 നേരം നിസ്കരിക്കുക. പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളാണെങ്കിൽ ജമാഅത്ത് നിസ്കാരത്തിൽ പാബന്ദിയായിട്ട് മസ്ജിദിൽ തന്നെ വരണം.
കൃത്യമായിട്ട് സുബഹിക്ക് വന്നിരിക്കണം. സുബഹിക്ക് എന്തായാലും ആരും കട തുറക്കൂല, ഉറപ്പാണ്. സുബഹിക്ക് മാർക്കറ്റിൽ പോവില്ല, സുബഹി കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ ആരെങ്കിലും ഈ പരിസരത്ത് താമസിക്കുന്ന ജമാഅത്ത് കമ്മിറ്റിയിലെ ഭാരവാഹികൾ ഏത് പള്ളിയിലാണോ അവർ കൃത്യമായി സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ വരണം. ആരെങ്കിലും രാവിലെ ഒരു പരാതിയുമായിട്ട് വന്ന് ജമാഅത്ത് കമ്മിറ്റിയെ കാണണം, മസ്ജിദിലുള്ളവരെ കാണണമെന്ന് പറഞ്ഞു വന്നാൽ പിന്നെ ഉസ്താദിനെ സമീപിക്കും. ഉസ്താദ് ജമാഅത്ത് സെക്രട്ടറി അവിടെ പുരയിലുണ്ടാവും. ഉസ്താദ് പിന്നെ നോക്കിയിട്ട് പറയും, ഇപ്പോ ഒരു 8 മണിയാകുമ്പോ നിങ്ങൾ പോയി, ഇപ്പോ ഓൾ ഉറക്കായിരിക്കും. ജമാഅത്ത് വരണം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസ്ജിദിന്റെ ലാ സലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, മസ്ജിദിന്റെ പരിസരത്ത് താമസിക്കുന്ന 40 വീട്ടുകാർ മസ്ജിദിൽ തന്നെ നമസ്കരിക്കണം, ഇല്ല എങ്കിൽ അവിടെ നിസ്കാരം ശരിയാവൂല. ഹദീസുണ്ട്, യഅനി സല്ലാ ഫിൽ ബൈത്ത്, അവന്റെ വീട്ടിൽ നിസ്കരിച്ച നിസ്കാരം ശരിയാവുകയില്ല. ലാ സലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. ആ 40 വീടിന്റെ പരിസരത്തുകാർ മസ്ജിദിൽ തന്നെ വന്ന് നിസ്കരിക്കണം. സുബഹിക്ക് നമസ്കരിക്കാൻ ആര് വന്നില്ലയോ, സ്ഥിരമായി വരാതിരുന്നവർ, ചിലപ്പോ അബദ്ധത്തിലൊക്കെ ഉറങ്ങിപ്പോകുന്നത് വിഷയം വരെ, സ്ഥിരമായി വരാതിരുന്നാൽ മനസ്സിലാക്കിക്കോ, മുനാഫിഖായ മനുഷ്യനാണ്. അപ്പൊ ജമാഅത്തിൽ എത്ര മുനാഫിഖീങ്ങൾ ഉണ്ടെന്ന് ഒരാഴ്ച സുബഹിക്ക് പള്ളിയിൽ വന്ന് സെൻസസ് എടുത്താൽ മതി. ഓരോ ജമാഅത്തിൽ എത്ര മുനാഫിഖീങ്ങൾ അപ്പൊ എഴുതാൻ പറ്റും. ഇന്ന ജമാഅത്തിൽ 17 മുനാഫിഖുകളുണ്ട്, ഇന്ന ജമാഅത്തിൽ 42 മുനാഫിഖീങ്ങൾ, ഇന്ന ജമാഅത്തിൽ 3 മുനാഫിഖുകൾ, ഇന്ന ഒരു ജമാഅത്തിൽ മാത്രം കാസർഗോഡ് ജില്ലയിൽ 1 മുനാഫിഖേ ഉള്ളൂ. ഒരു ദിവസം അല്ല പോണ്ടത്, എല്ലാ ദിവസവും വരണം. അല്ല ഒരു ദിവസം ഒരാളെ കാണാത്ത മുനാഫിഖ് എന്ന് പറയാൻ പറ്റില്ല. സ്ഥിരമായി സുബഹി നമസ്കാരത്തിന് മസ്ജിദിൽ വരാത്തവർ മുനാഫിഖായി രേഖപ്പെടുത്തപ്പെടുമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ, ഒരുവനാണ് ആമന ബില്ലാഹി, അവൻ അല്ലാഹുവിൽ വിശ്വസിച്ചവനാണ്, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിച്ചവനാണ്. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ചവന്റെ അടുത്ത കടമ എന്താണ്? വ അഖാമസ്സലാഹ്, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. വ ആതസ്സകാത്ത്, സാമ്പത്തികമായി കഴിവുള്ളവനാണെങ്കിൽ അവർ സകാത്ത് കൊടുക്കട്ടെ. വീണ്ടും അല്ലാഹു ഒന്നുകൂടെ പറയുന്നു, വലം യഖ്ശ ഇല്ലല്ലാഹ്, വലം യഖ്ശ ഇല്ലല്ലാഹ്, അവരുടെ ഭരണത്തിൽ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു ശക്തിയെ അവർ ഭയപ്പെടുകയില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കർക്കശമായി നടപ്പിലാക്കണം. ആര് എതിർത്താലും അത് പ്രശ്നമല്ല. ഞാൻ അല്ലാഹുവിനെ മാത്രമാണ് ഭയപ്പെടുന്നത്, എനിക്കാരെയും ഭയപ്പെടേണ്ടതില്ല. ഫലം യഖ്ശ ഇല്ലല്ലാഹ്. ജമാഅത്തിന്റെ കമ്മിറ്റിയിൽ സ്ഥാനം പിടിക്കുന്നവരെ പലരും ആക്ഷേപിച്ചേക്കാം, അധിക്ഷേപിച്ചേക്കാം. ആ അധിക്ഷേപത്തിന്റെയും ആക്ഷേപത്തിന്റെയും പേരിൽ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകരുതേ. അത് നിങ്ങൾ കേൾക്കേണ്ടവരാണ്, അത് നിങ്ങളുടെ ബാധ്യതയാണ്. ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ പലരും പുച്ഛിച്ചേക്കാം, പലരും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയേക്കാം, പലരും നിങ്ങളെ പരിഹസിച്ചേക്കാം. നിന്റെ ഭാഗത്ത് നിന്ന് ഒരു ന്യൂനതയുമില്ല എങ്കിൽ നീ അല്ലാഹുവിലേക്ക് സമർപ്പിക്കണേ. വൗഫവ്വിദു അംരീ ഇലല്ലാഹ്, വൗഫവ്വിദു അംരീ ഇലല്ലാഹ്, ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഞാൻ എൻ്റെ എല്ലാ കടമകളും കർത്തവ്യങ്ങളും അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ ഇതാ സമർപ്പിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും പടച്ചവനെ നീ എന്നെ കുറ്റം പറയരുത്, നീ എന്നെ തള്ളിക്കളയരുത്, നീ എന്നെ നിന്ദിക്കരുത്. അതുകൊണ്ട് നാദാ മാപ്പാക്കണേ നാദാ എന്ന് നാട്ടുകാര് പറയുന്നതിൽ ക്ഷമിച്ചാൽ ഹും അഹ്ലുല്ലാഹി വഖാസതൂ, അവൻ അല്ലാഹുവിന്റെ അടുത്തവനാണ്. മാത്രമല്ല ഫഅസാ ഉലൈക അയ്യകൂനു മിനൽ മുഹ്തദീൻ, അവർ ഹിദായത്ത് കിട്ടിയവനാണ്.